Hello everyone, welcome to the new video. In this video I'll be discussing about frequency selective filters. So what are meant by frequency selective filters and what are the basic terms related to filters and the basic classification of frequency selective filters. Okay, so basically a filter is one which rejects unwanted frequencies from the input signal and allow the desired frequencies. So filter എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സിഗ്നലുകളിനെ ബ്ലോക്ക് ചെയ്ത് ആവശ്യമുള്ള വാണ്ടഡ് ആയിട്ടുള്ള സിഗ്നലിനെ ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നലിനെ മാത്രം പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി സെലക്റ്റീവ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കടത്തി വിടുന്ന ഭാഗമുണ്ട്, ബ്ലോക്ക് ചെയ്യുന്ന കടത്തി വിടാത്ത ഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് പേരുകൾ അതിൽ നമ്മൾ യൂസ് ചെയ്യും, രണ്ട് ടേമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പാസ് ബാൻഡ് ആൻഡ് ദെൻ ഇസ് ദ സ്റ്റോപ്പ് ബാൻഡ്. So this pass band is a range of frequencies that are passed through the filter. So filter കൂടെ പാസ് ചെയ്യുന്ന റേഞ്ചിനെയാണ് നമ്മളെന്ന് പറയുന്നത് പാസ് ബാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബാൻഡ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആണ്. സോ പാസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് വിച്ച് ആർ ഗെറ്റിംഗ് പാസ് ത്രൂ ദ ഫിൽറ്റർ. സോ എന്തായിരിക്കും സ്റ്റോപ്പ് ബാൻഡ്? ഇറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ആർ ബ്ലോക്ക്ഡ് ബൈ ദ ഫിൽറ്റർ. സോ ഒരു ഫിൽറ്റർ ബ്ലോക്ക് ചെയ്യുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെ പറയുന്നതാണ് സ്റ്റോപ്പ് ബാൻഡ്. And basically these filters are classified into four: low pass filter, high pass filter, band pass filter and band reject filter. സോ അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും എങ്ങനെ വരുന്നു എന്നതിൻ്റെ ബേസിൽ തന്നെയാണ്. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോ പാസ് ഫിൽറ്റർ ആൻഡ് ഹൈ പാസ് ഫിൽറ്റർ നോക്കാം. സോ അതിൻ്റെ പേരിൽ നമുക്ക് പറയാം ലോ പാസ് ഫിൽറ്റർ അലോസ് ലോ ഫ്രീക്വൻസീസ് ടു പാസ്. സോ ലോ ഫ്രീക്വൻസീസിനെ കടത്തിവിട്ട് ഹൈ ഫ്രീക്വൻസീസിനെ ബ്ലോക്ക് ചെയ്യും. സോ ഈ ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഒമേഗ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം കാണിച്ചിട്ടുണ്ടാവും. ഈ ഒമേഗ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയാം. കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മളെല്ലാം അനലോഗ് ഡൊമൈനിലാണ് തൽക്കാലം പറയുന്നത്. ഓം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് അനലോഗ് ഡൊമൈനിലാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ എല്ലാ ഫിൽറ്റേഴ്സും അനലോഗ് കേസിൽ തന്നെ പറയുന്നത്. ഫസ്റ്റ് നമുക്കൊരു ഡിജിറ്റൽ ഫിൽറ്റർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തിട്ട് അതിനെ ഡിജിറ്റലിലേക്ക് മാറ്റുകയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇപ്പോൾ തൽക്കാലം എല്ലാം അനലോഗ് എന്നുള്ള ബേസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ലോ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലോസ് ദി ലോ ഫ്രീക്വൻസീസ്. സോ ലോ ഫ്രീക്വൻസീസിനെയാണ് അലോ ചെയ്യുന്നത്. സോ അതിൽ മാക്സിമം അലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതുവരെ എടുക്കുന്നു എന്നുള്ളതിനെയാണ് കട്ട് ഓഫ് ഒമേഗ സി എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ രണ്ട് ഇത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഐഡിയൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. സോ ശരിക്കും ഐഡിയലി നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ടൈപ്പിലുള്ള റെസ്പോൺസ് ആണ് വേണ്ടിയിരുന്നത്. ഫ്ലാറ്റ് ആയിട്ട് 1 എന്നുള്ളത് ഇത് മാഗ്നിറ്റ്യൂഡ് ആണല്ലോ, മോഡ് എച്ച് ഓഫ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫ്രീക്വൻസി ആണ്. സോ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് ഒമേഗ സി വരെ. അപ്പോൾ ഈ ഒരു ബോക്സ് ആണ് ഇവിടെ നമ്മൾ ഐഡിയൽ ക്യാര വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ലൈനൊക്കെ കടത്തി വിടും. അതായത് ഇറ്റ് പാസസ് ഏത് ഫ്രീക്വൻസി റേഞ്ചാണ്? അലോസ് ഓൾ ലോ ഫ്രീക്വൻസീസ്. ഈ ലോ ഫ്രീക്വൻസീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 0 to ഒമേഗ സി ആണ്. സോ 0 ലെസ് ദാൻ ഒമേഗ ലെസ് ദാൻ ഒമേഗ സി. സോ ഒമേഗ സി വരെയുള്ള റേഞ്ചിനെ കടത്തിവിടും. സോ അതുകൊണ്ട് തന്നെ ആ ബാൻഡിനെ നമ്മൾ പാസ് ബാൻഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളതിനൊക്കെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഐഡിയൽ റെസ്പോൺസ് വരുന്നത്. സോ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അങ്ങനെ ഒരിക്കലും കിട്ടില്ല. പ്രാക്ടിക്കലി ഇവിടെ വന്നിട്ട് എന്താ പറയുക, സഡൻ ആയിട്ടുള്ളൊരു കട്ട് അല്ല, അത് അബ്രപ്റ്റ് ആയിട്ട് ഇങ്ങനെ പതുക്കെ ഗ്രാജുവൽ ആയിട്ടാണ് ഇങ്ങനെ വരിക. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റില്ല. സോ നമ്മൾ ഒമേഗ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സി ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മോഡ് എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/√2 ആവുന്നതിന്, അതായത് 0.707 എത്തുന്നതിനെ പറയുന്ന ഫ്രീക്വൻസിയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ നമ്മൾ ഈ ക്യാര വരച്ചിട്ട് പ്ലോട്ട് വരച്ചിട്ട് അതിൽ 0.707 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് എടുക്കുന്നതാണ് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ 0.707 അല്ലെങ്കിൽ 1/√2 നിന്ന് നമ്മളുടെ ഫിൽറ്റർ ക്യാരയിൽ നിന്ന് താഴേക്ക് വരച്ചിട്ട് കിട്ടുന്നതാണ് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തുള്ളതിനെ പാസ് ബാൻഡ് എന്ന് പറയും, അതിൻ്റെ അപ്പുറത്തുള്ളതിനെ സ്റ്റോപ്പ് ബാൻഡ് എന്നും നമ്മൾ പറയും. ഓക്കെ, അതാണ് ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ സി വന്നാൽ സ്റ്റോപ്പാണ്, ബ്ലോക്ക് ചെയ്യും.
ഇനി രണ്ടാമത്തെ വരുന്നതാണ് ഹൈ പാസ് ഫിൽറ്റർ. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് ആയിട്ട് വരും. സോ ഹൈ പാസ് ഫിൽറ്റർ എന്താ, അലോസ് ഹൈ ഫ്രീക്വൻസീസ്, അലോസ് ഹൈ ഫ്രീക്വൻസീസ്. ഹൈ ഫ്രീക്വൻസീസിനെ അലോ ചെയ്യാണ് ചെയ്യുന്നത്, ലോ ഫ്രീക്വൻസീസിനെ എന്ത് ചെയ്യും അപ്പോൾ ബ്ലോക്ക് ചെയ്യും. സോ അലോസ് ഹൈ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ സി, ഇവിടെയും ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. സോ അതിന് മേലുള്ള എല്ലാറ്റിനെയും അലോ ചെയ്യും, താഴെയുള്ളതിനെ ബ്ലോക്ക് ചെയ്യും. സോ 0 to ഒമേഗ സീനെ അതെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, 0 and ഒമേഗ സീനെ. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമ്മൾ ഒമേഗ സി എടുക്കുന്നത് സെയിം തന്നെയാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി പറയുന്നത് 1/√2 അല്ലെങ്കിൽ 0.707 ആവുന്ന രീതിയിലാണ്. അപ്പോൾ നേരെ തിരിയും. ഇതിന്റെ ഐഡിയൽ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഈ കാണുന്നതാണ് ശരിക്കും ഇതിന്റെ ഐഡിയൽ ക്യാര. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഉണ്ടാവുക, പാസ് ബാൻഡ് ഉണ്ടാവുക. സ്റ്റോപ്പ് ബാൻഡ് ഇപ്പുറത്തേക്ക്, ലോ ഫ്രീക്വൻസിയാണ് ഇതിലത്തെ സ്റ്റോപ്പ് ബാൻഡ് ആയിട്ട് വരിക. അപ്പോൾ അതാണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ. പിന്നെ ഉള്ളതാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. സോ അതിൻ്റെ പേര് തന്നെ നമുക്ക് നോക്കാം, എന്താ, ബാൻഡ് പാസ് ആണ്. ഒരു പെർട്ടിക്കുലർ ബാൻഡിനെ കടത്തിവിടുന്ന ഒരു ഫിൽറ്ററാണ്. ഓക്കെ, അപ്പം അതിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ കടത്തിവിടും. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇറ്റ് അലോസ്, ഏത് റേഞ്ചാണ് നോക്കുക, ഇറ്റ് അലോസ് ഓൺലി എ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാൻഡ് പാസ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ഓൺലി എ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. സോ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് ലെഫ്റ്റിലുള്ളത് ഇത് ഏതാ, ഐഡിയൽ ക്യാരിയും ഇത് ആണ് പ്രാക്ടിക്കൽ ക്യാരി ആണ്. അപ്പം അതൊന്ന് നോക്കിക്കോളാം. ഇത് നമ്മുടെ ഐഡിയൽ ആണ്, ഐഡിയൽ റെസ്പോൺസ് ആണ്. ഇതാണ് ആക്ച്വൽ പ്രാക്ടിക്കൽ റെസ്പോൺസ്. ഓക്കെ, ഇപ്പോൾ ഐഡിയൽ നമുക്ക് എന്താ കറക്റ്റ് ക്ലിയർ കട്ട് ആയിട്ടുള്ള രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നടുവിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ബാൻഡാണ് ഇവിടുത്തെ പാസ് ബാൻഡ് എന്ന് പറയുന്നത്. ഒമേഗ 1 ബിറ്റ്വീനും ഒമേഗ 1 ഒമേഗ 2 ഇടയിലുള്ള ബാൻഡിനെ പാസ് ചെയ്യും, കടത്തിവിടും. അപ്പോൾ അത് പാസ് ബാൻഡ്. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളതിനെ കടത്തിവിടില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ പാസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ അലോ ചെയ്യുന്നത് ഒമേഗ 1 to ഒമേഗ 2 അലോ ചെയ്യും, ബാക്കിയുള്ളതിനൊക്കെ റിജക്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഈ ഒരു ബാൻഡാണ് പാസ് ബാൻഡ് വരുന്നത്. ആ പാസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, ഒമേഗ 2 മൈനസ് ഒമേഗ 1, അതാണ് ഇതിൻ്റെ പാസ് ബാൻഡ് റേഞ്ച് കിട്ടുക, എത്ര റേഞ്ച് ആണുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രാക്ടിക്കൽ ക്യാര എങ്ങനെയാണ് വരിക, ഇങ്ങനെ വന്ന് പതുക്കെ ഇതായിട്ട് വന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന് ചെറിയൊരു ഫോൾ ഉണ്ട്, വീണ്ടും റൈസ് ചെയ്തു. ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്യാര കിട്ടുക. അല്ലാണ്ട് ഒരൊറ്റടിക്ക് നേരെ ഇങ്ങനെ കയറി ഇങ്ങനെ കിട്ടില്ല. പകരം ഇങ്ങനെ വന്നു ഗ്രാജുവലായി ഒന്നുകൂടി കുറഞ്ഞു കൂടി വീണ്ടും താഴത്തേക്ക് വരുന്നു. അപ്പം അതിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒമേഗ 1 ഒമേഗ 2 അതാണ് നമ്മുടെ രണ്ട് എൻഡിലുള്ള ഫ്രീക്വൻസീസ് വരുന്നത്, കട്ട് ഫ്രീക്വൻസീസ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇതിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ 0.707 താഴേക്ക് വരയ്ക്കുന്ന 2 പോയിന്റ്, അത് രണ്ട് സൈഡിലും ഉണ്ടാവുമല്ലോ, ഒന്ന് ഈ ലോവർ ഇതിലുണ്ട്, ഒന്ന് അപ്പർ ഇതിലും. അപ്പോൾ അതിന് ഒമേഗ എന്നും ഒമേഗ എന്നാണ് പറയുക. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. മറ്റേ ഒമേഗ 1 ഒമേഗ 2 ഇതിൻ്റെ ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഒമേഗ 1 ഒമേഗ 2. ഓക്കെ, അപ്പോൾ ഇതാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. ഇനി ഇതേപോലെ തന്നെ ഒരു ബാൻഡ് റിജക്ട് ഫിൽറ്റർ ഉണ്ട്. സോ ബാൻഡ് റിജക്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് പാസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, റിജക്ട്സ് എ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ ഒരു ബാൻഡിനെ കടത്തി വിടുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു ബാൻഡിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഏതന്നെയാണ്, ഒമേഗ 1 to ഒമേഗ 2 എന്നുള്ള റേഞ്ചിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ നേരത്തെ പാസ് ബാൻഡ് ഇവിടുത്തെ സ്റ്റോപ്പ് ബാൻഡ് ആവും, നേരത്തെ സ്റ്റോപ്പ് ബാൻഡ് ഇവിടുത്തെ പാസ് ബാൻഡ് ആവും. അപ്പോൾ ഈ റേഞ്ചിൽ തന്നെ റിജക്റ്റ് ചെയ്യും, ബാക്കിയുള്ളതിനെ കടത്തിവിടും. അപ്പോൾ നേരത്തെ തന്നെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാര കിട്ടും. അപ്പോൾ അതിൽ 0.707 ലോവർ കട്ട് ഓഫ്, അപ്പർ കട്ട് ഓഫ്, ഇത് നമ്മുടെ ഒമേഗ 1 ഒമേഗ 2. ഇതാണ് നമ്മുടെ ബേസിക് ഫിൽറ്ററും അതിൻ്റെ ക്ലാസിഫിക്കേഷനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഒരു ലോ പാസ് വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത് അനലോഗ് ഫിൽറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം അനലോഗ് ഫിൽറ്റർ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക, എന്നിട്ട് അതിനെ പ്രോപ്പർ സ്യൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിജിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഏത് ഫിൽറ്ററിൻ്റെ കേസിൽ, IIR ഫിൽറ്ററിൻ്റെ കേസിൽ. അപ്പോൾ ആദ്യം നമ്മൾ IIR ഫിൽറ്ററാണ്, നമുക്കറിയാം IIR-ഉം FIR ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ IIR-ൻ്റെ കേസാണ് ആദ്യം പഠിക്കുന്നത്.